അല്ല സാർ, എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ റോഷ. ഞാനൊരു CPM അനുഭാവിയാന്ന് ഇദ്ദേഹം എവിടെയോ പറയുന്നത് കേട്ടു. ഞാൻ എവിടെയെങ്കിലും ഒരു CPM-ന്റെയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെയോ ഒരു പൊളിറ്റിക്കൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പോസ്റ്റോ, ഈ പ്രാവശ്യത്തെ വോട്ട് പോലും ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാൻ. പറയട്ടെ, ഞാൻ എന്റെ കാര്യം പറയാം. ഞാൻ വോട്ട് പോലും ഞാൻ എന്ത് പാർട്ടി എന്ത് ഈ CPM അനുഭാവിയാണ് എന്നൊരു ഡിഫൻസ് എടുത്തിരുന്നോ യദു? CPM അനുഭാവിയാണോ എന്നുള്ള ഡിഫൻസ് എടുത്തിട്ടില്ല. പക്ഷെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഉണ്ടായിരുന്നു. ഞാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ ഇത് അധിക സമയം നമ്മൾ നീട്ടിക്കൊണ്ട് പോകേണ്ടതില്ല. ആകെ അറിയേണ്ടിയിരുന്നത് യദുവിന് ആ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു സർവീസ് ഉണ്ടായിരുന്നു എന്നാണ്. അത് യദു നിഷേധിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം യദുവിന് ഓർമ്മിക്കാൻ കഴിയുന്നില്ല അല്ലേ? കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു. നിലമ്പൂർ റൂട്ട് ഓടിയിട്ടുണ്ട്, ആ കുന്നംകുളം വഴി ചേരാപ്പാറ അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നു, അത് വെഹിക്കിൾ പിടിക്കുന്നതാണ് പറഞ്ഞത്. ഒരു സ്ത്രീ പരാതി പറയുമ്പോ വെഹിക്കിൾ പിടിക്കുന്നുണ്ട്, വണ്ടി ഒതുക്കി ഇടാൻ പറയും. എനിക്കൊരു സ്ത്രീ എന്നുള്ള പരിഗണന, അല്ലെങ്കിൽ ഇവർ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ എന്താ അഭിനയിക്കാൻ വയ്യാത്തോണ്ട് വല്ല ക്യാഷും വേറെ എവിടെന്നെങ്കിലും കിട്ടിയിട്ടാണോന്ന്. ഒരു നിമിഷം റോഷ, ഇത് പറയുന്നത് ചെറിയ സാങ്കേതിക തടസ്സമുള്ളതുകൊണ്ട് ക്ലാരിറ്റി കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതുവിൽ എനിക്ക് തുടരാൻ പറ്റാതെ വരുന്നത്. ഇതു ഇന്നലെ ഈ റോഷനയ്ക്കെതിരെ സിനിമയ്ക്ക് അവസരം കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആക്ഷേപമായി വരുന്നതെന്നും സരിത 2 ആണെന്നും പിന്നീട് റോഷനയുടെ പിതാവിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു എന്നാണ് റോഷനയുടെ പരാതി. അങ്ങനെ ആരും പറഞ്ഞില്ല. സാറിന് എല്ലാ വീഡിയോ എടുത്ത് നോക്കാം. ഞാൻ ആ മാഡത്തിനെ കുറിച്ച് എന്റെ പിതാവിനെ പറഞ്ഞല്ല സർ, അദ്ദേഹം മേയർ പറഞ്ഞതിന് അതിലേക്ക് എടുത്തിട്ടു. അതായത് മേയർ പറഞ്ഞത് ഇത് നിന്റെ തന്തയുടെ വണ്ടിയാണോ എന്ന് മേയർ ചോദിച്ചെന്നുള്ള കാര്യം എന്റെ കാര്യത്തിനിടയിൽ എടുത്തിട്ടു. അതിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. എനിക്കങ്ങനെ ഞാൻ അത് കണ്ടിട്ടല്ല, ഞാൻ താങ്കളുടെ ഒരു ഫോട്ടോ കണ്ടിട്ട് മാത്രമാണ് ഞാനൊരു വിഷയത്തിലേക്ക് വന്നിരിക്കുന്നത്. വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. എന്റെ തന്തയെ പറഞ്ഞിട്ടില്ല കേട്ടോ, അതാദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ എന്തിന് താങ്കൾ ഇന്നലെ മാധ്യമ പ്രവർത്തകരെ ഓഡിയോ റെക്കോർഡ് ചെയ്തത് എന്റെ കയ്യിലുണ്ട്, താങ്കൾ സംസാരിച്ചത് എന്റെ കയ്യിലുണ്ട്. ഞാൻ താങ്കളോട് ആകെ ചോദിച്ചെന്താ, ഇത് താങ്കളുടെ വാഹനമാണോ എന്നുള്ളത് മാത്രമാണ്. താങ്കൾ എന്താ അതിന് മറുപടി പറഞ്ഞത്? ഇത് മറ്റേ മേയർ ചോദിച്ച കണക്കായിപ്പോയല്ലോ, നിന്റെ തന്തയുടെ വാഹനമാണോന്ന്. അങ്ങനെയാണ് നിങ്ങൾ മറുപടി പറഞ്ഞത്. ഒരു വാഹനമല്ല ഞാൻ ഓടിക്കുന്നത്, പല വാഹനങ്ങൾ. താങ്കൾ ഒരു തൊഴിലാളിയാണെങ്കിൽ ഞാനും അതുപോലെ ഒരു തൊഴിലാളി തന്നെയാണ്. ഞാനും അതുപോലെ അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാനൊരു സ്ത്രീ ആയതിന്റെ ഒരു പരിഗണനയും താങ്കൾ എനിക്ക് തരണ്ട. താങ്കൾ ചെയ്ത പ്രവൃത്തിയെ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പുരുഷന്മാർക്ക് പരിഗണനയില്ലേ മാഡം? പുരുഷന്മാരെ എങ്ങനെ അനാവശ്യം നിങ്ങൾക്ക് പറയാമോ? അതിനി പറയാൻ പറ്റില്ല. വേറെ ആർക്കെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ കേസ് നടന്ന ഇത്രയും പ്രശ്നമായ കേസാണ്. എന്തുകൊണ്ട് 30-ാം തീയതി വന്നില്ല? എന്തുകൊണ്ട് 30-ാം തീയതി വന്നില്ല? അല്ലെങ്കിൽ 1-ാം തീയതി വന്നില്ല? ഇടപെട്ടത് കൊണ്ടാണ്, MBD അതിൽ ഇടപെട്ടത് കൊണ്ടാണ്. എന്റെ സ്ഥാപനത്തിന്റെ ചോദിക്കാനുണ്ട്. ഒരു ഹലോ ചോദിച്ചോളൂ ചെയ്തു. MBD ഒരു കേസിൽ ഇടപെട്ട് കഴിഞ്ഞാൽ, ഒരു വാഹനം ഓടിക്കുന്ന ഒരാളായതുകൊണ്ട് മാഡത്തിന് അറിഞ്ഞുകൂടായിരിക്കും. MBD ഒരു കേസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ വണ്ടി അവിടെ ഇട്ടിട്ട് ഇറങ്ങി വരാൻ പറയുന്നു, രണ്ടുപേരെയും കൂടെ സംസാരിക്കുന്നു. എന്നിട്ട് MBD കൈ കാണിച്ചിട്ടാണോ നിങ്ങൾ ബസ് നിർത്തിയത്? ഞാനൊരു കാര്യം പറയട്ടെ, താങ്കൾ അന്ന് വണ്ടി ആരെങ്കിലും താങ്കളെ തടഞ്ഞു നിർത്തിയോ? വണ്ടി നിർത്തി എന്റെ വായിന്ന് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ കണ്ടായിരുന്നോ കേട്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു എന്റെ വായിന്ന് വീഴാൻ വേണ്ടി. നിങ്ങൾ പറയണം. എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത്? ഒരു ഇഷ്യൂ നടന്ന നിങ്ങളുടെ മനസ്സിൽ പോലും ഇല്ല. പിന്നെ ഞാൻ എങ്ങനെ അത് ഇങ്ങനെയല്ലാതെ നമുക്ക് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ പിന്നെ ഞാൻ ഓർമ്മിപ്പിക്കണം. വേറെ ഒരു നിവൃത്തിയില്ല. എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. അല്ല ഓർമ്മിപ്പിക്കണോന്ന് വെച്ചാൽ നിങ്ങൾ അപ്പൊ പർപ്പസ് ആയിട്ട് നിങ്ങളെ ഇത് മനഃപൂർവ്വം എന്താണെന്നുള്ള എവിടെയോ കിടക്കുന്ന തൃശ്ശൂർ റോഡിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയുടെ ഫോട്ടോ ഞാൻ ഇപ്പൊ എടുത്ത് പോസ്റ്റ്
ചെയ്യുമ്പോ അന്നത്തെ ഫോട്ടോ എങ്ങനെ ഇപ്പൊ താങ്കൾ ഏത് റൂട്ടാണെന്നൊന്നും എനിക്കറിയില്ല, മനസ്സിലായോ? ഞാൻ ആ എഴുതിയ പോസ്റ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത് കഴിഞ്ഞിട്ടും, ഈ പ്രശ്നം കഴിഞ്ഞിട്ടും ഇതിനെതിരെ സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പോയിൽ അറിയിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും ദിവസം എന്താണ് വൈകിയതെന്ന് ഡിപ്പോയിൽ അറിയിക്കാതെ? അതിനുള്ള ഉത്തരമാണ്, അതിന് ഉത്തരം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും അതായത് ശരി 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 ഒരു നിമിഷം റോഷ, നമ്മളിങ്ങനെ പോയിട്ടൊരു കാര്യമില്ല.